ഇന്ന് നമ്മൾ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്ക് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയ 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്യാരറ്റും ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. ഞാൻ മുൻപൊരു ക്യാരറ്റ് പായസത്തിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ക്യാരറ്റ് അത്ര നീളത്തിൽ അത്ര തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. ഇതുപോലത്തെ നമ്മൾ പണ്ടത്തെ മോഡൽ ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് നീളത്തിൽ കിട്ടുക ഈ ഒരു ക്യാരറ്റ്. 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ ഒരു 2 കപ്പ് അളവിലാണ് ഉണ്ടാവുക. അതായത് ഒരു 250 ml കപ്പിൽ 1.5 to 2 കപ്പിൻ്റെ അടുത്ത് മതി കേട്ടോ. ക്യാരറ്റ് ഒരുപാട് കൂടുതൽ വേണ്ട. അപ്പം ഈ ക്യാരറ്റ് ആദ്യം ചെറുതായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വഴറ്റി വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പച്ചയ്ക്ക് ചേർക്കുന്ന താല്പര്യമുള്ളവർക്ക്, ആ ഒരു ടേസ്റ്റ് പറ്റുന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ഡയറക്റ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇത് വഴറ്റുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് അങ്ങനെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഈ ഒരു ക്യാരറ്റ് കേക്കിലേക്ക് ഒരു ഇത്തിരി പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് കാരമൽ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഈ സമയത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ചെറിയ തീയിലിട്ടിട്ട് വേണം എപ്പോഴും കാരമൽ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താൽ പെട്ടെന്ന് കാരമൽ ആയി കിട്ടും. അതായത് പഞ്ചസാര നല്ല കരിഞ്ഞ് കളറായി കിട്ടും, പക്ഷേ ഒരു കയ്പ്പ് രുചി കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയ തീയിലിട്ട് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി സമയം കൂടുതൽ എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റിലായിട്ട് കിട്ടും. ഈ ഒരു കേക്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇങ്ങനെ കാരമൽ ചെയ്ത് ഒഴിക്കുന്നത് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ നമ്മൾ മുട്ട മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്താൽ മതി മധുരത്തിന് ആവശ്യമായിട്ട്. ഇതുപോലെ പഞ്ചസാര കാരമൽ ചെയ്ത് ചേർത്തിട്ടും ഇത് കാരമൽ ചെയ്യാതെയുള്ള 2 രീതിയിൽ ഞാൻ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. പിന്നെ ഇതുപോലെ കാരമൽ ചെയ്ത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ക്യാരറ്റ് കേക്കിന് ചെറിയൊരു ബ്രൗൺ കളർ കിട്ടുന്നുണ്ടല്ലോ, അതുപോലെ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ കാരമൽ ചേർക്കാതെ പ്ലെയിൻ ആയിട്ടുണ്ടാക്കിയ ക്യാരറ്റ് കേക്കിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കളർ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ല അത്യാവശ്യമൊക്കെ ഒരു കരിഞ്ഞ് നല്ലൊരു കാരമൽ കളറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു ഇത്തിരി വിട്ട് നിൽക്കണം, കാരണം പഞ്ചസാര ഇങ്ങനെ നന്നായിട്ട് തിളച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ മേത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 3-4 സെക്കൻഡ് കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതിലുള്ള ഒരു കട്ടകളൊക്കെ ഒന്നങ്ങ് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു കാരമൽ സിറപ്പ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇത് കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ്. പിന്നെ കയ്യിൽ പാൽപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ആ സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ ചെറിയൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ പട്ട, ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം ജാതിക്ക കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. അതായത് ഒരു ചെറിയ പീസ് പട്ട, ഒരു 1-2 ഗ്രാമ്പു, വളരെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പൊടിച്ചെടുത്തുള്ള പൊടി കൂടുതലായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് വേണമെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാര ചേർത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താലും മതി, നന്നായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട്. കാരണം ചെറിയ അളവൊക്കെ ആകുമ്പോൾ പൊടിച്ചെടുക്കാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അരിപ്പയിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ള മൈദയുടെ കൂട്ടാണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് ഒരു 1-2 കാര്യങ്ങളും കൂടെ ചെയ്ത് വെക്കണം. ഏത് കേക്ക് ടിന്നാണോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചൊരു ഓയിൽ ബ്രഷ് ചെയ്തിട്ട്, ബട്ടർ പേപ്പർ ആണെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് കുറച്ചൊരു മൈദ തട്ടിയെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ 170 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അതല്ല സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും പാത്രമൊക്കെ റെഡിയാക്കി വെക്കുക.
ഇനി ഒരു 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ക്രീം കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് മുട്ട ബീറ്റ് ചെയ്തെടുക്കണല്ലോ. അത്രയൊന്നും ചെയ്യുന്നില്ല, കാരണം ഇതൊരു ടീ കേക്ക് ആണല്ലോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മൾ ആദ്യം കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കാരമൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കുക. ഇതൊരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 1-2 പ്രാവശ്യമായിട്ട് അങ്ങ് ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുട്ട പഞ്ചസാര കൂട്ടിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലൂടെ ചേർക്കുന്നുണ്ട്. ശരിക്കും ഓയിൽ നമ്മൾ ആദ്യം ആ മുട്ട പഞ്ചസാര മിക്സ് ചെയ്തല്ലോ, ആ സമയത്ത് നമ്മൾ എല്ലാ കേക്കിലും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെ ആവുന്ന സമയത്ത് മിക്സ് ആക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ആ ഒരു സമയത്ത് ഓയിൽ ഒഴിക്കേണ്ട കാര്യം വിട്ടുപോയി. അപ്പം 1/2 കപ്പ് ഓയിൽ മുഴുവൻ എടുക്കുന്നില്ല, അതിൽ നിന്നൊരു 1 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ക്യാരറ്റിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു 1 ടേബിൾ സ്പൂൺ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓയിൽ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം ഒഴിക്കേണ്ട കാര്യം മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ കൂട്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ചേർക്കരുത്, ഒരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം മതി. സാധാരണ ക്യാരറ്റ് കേക്കിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്കൊരു 1 ടീസ്പൂൺ മൈദ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി മൊത്തം കേക്കിൻ്റെ അടിഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കാരമൽ സിറപ്പ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കുറച്ചൊരു കട്ടിയുള്ള ബാറ്റർ ആയിട്ടായിരിക്കും തോന്നുക, അത് കുഴപ്പമില്ല, കാരണം നമ്മൾ ടീ കേക്ക് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു ലൂസ് ആയിരിക്കില്ല. പിന്നെ ക്യാരറ്റ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് ലൂസായി കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റെഡിയാക്കിയിട്ടുള്ള കേക്കിൻ്റെ മാവ് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നങ്ങ് ടാപ്പ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലാണ് ഞാനിത് ചെയ്യുന്നത്. ആദ്യം ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനാണ്. അതിലേക്ക് വെച്ചിട്ട് നമുക്കിതിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ വേണ്ടി വരും ഈ ഒരു കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ഓവനിൽ 170 ഡിഗ്രിയിലാണ് കേട്ടോ പ്രീഹീറ്റ് ചെയ്തതും ബേക്ക് ചെയ്യുന്നതും. കാരണം 180 ഡിഗ്രി വെക്കുന്ന സമയത്ത് എൻ്റെ കേക്ക് ഭയങ്കരമായിട്ട് കറുത്ത കളർ കൂടുതലായിട്ട് വരുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുന്ന പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഓവനിൽ ടൈമിലും അതുപോലെ തന്നെ ടെമ്പറേച്ചറിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഈ കേക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ക്യാരറ്റ് കേക്ക് നമ്മൾ മുൻപത്തെ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ ഓവൻ ഇല്ലാതെ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള കേക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപത്തെ കേക്ക് വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട്, അതായത് പ്രഷർ കുക്കറിൽ ഉപ്പിട്ടിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഓവനിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരിക്കലും തുറന്ന് നോക്കരുത്. അപ്പോൾ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നിട്ട് കറക്റ്റായിട്ട് ബേക്കായി കിട്ടില്ല. ഏകദേശം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. കാരണം കേക്ക് കറക്റ്റ് ബേക്ക് ആയിട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം നോക്കുമ്പോൾ കേക്ക് ഒരു ഇത്തിരി കൂടെ ബേക്ക് ആവാൻ ബാക്കിയുണ്ട്, കറക്റ്റ് കുക്കായിട്ടില്ല. അപ്പം ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും കേക്ക് നന്നായിട്ട് പൊങ്ങി വന്ന് ഏകദേശം ബേക്ക് ആയതിന് ശേഷം മാത്രമേ കേട്ടോ ഓവന് തുറന്നു നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 10 മിനിറ്റ് കൂടെ അത് കറക്റ്റ് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് സമയം വേണം. അപ്പോൾ അത്ര സമയം കൂടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം ഭയങ്കര കറുപ്പ് കളർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് ഒരു 45 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് കേക്ക് നല്ല കളറൊക്കെ മാറി കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് പുറത്തെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്വയറോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നങ്ങ് കുത്തി നോക്കണം, കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് തന്നെ കുത്തി നോക്കുക. നോക്കുമ്പോൾ ഇതിൽ മാവൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉൾഭാഗം വെന്ത് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ അങ്ങ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ വയറാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ആ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റിക്കളയാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്ക് ഒരിക്കലും ചൂടോടുകൂടെ മുറിച്ച് കഴിക്കരുത്, ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെയൊക്കെ മുറിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ കെട്ടി നല്ലൊരു ബോക്സിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് കേക്ക് ഉണ്ടാക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ.
ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ചൂടൊക്കെ പോയി നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പം ഈ ഒരു രീതിയിലൊക്കെയാണ് മുറിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ ഏകദേശം ഒരു 10-13 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊരു ടീ കേക്ക് ആയതുകൊണ്ട് തന്നെ എടുക്കുന്ന സമയത്ത് ഒരു ഇത്തിരി കനം ഉണ്ടാവും, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കുമാണ്. ഇത് മുറിച്ച് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടും. ആ ഒരു പട്ട അതുപോലെ തന്നെ ഗ്രാമ്പു ജാതിക്കൊക്കെ ഇട്ടതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. ഈ കേക്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്ത് ചേർത്തല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറിലുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചസാര കാരമൽ ചെയ്ത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കളറിലാണ് നമ്മുടെ ക്യാരറ്റ് കേക്ക് ഉണ്ടാവുക. ഇത് ഞാൻ കുറച്ച് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ളൊരു കേക്കായിരുന്നു. പിന്നെ ഈ ഒരു ക്രിസ്മസിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസാണിത്. അതായത് ഒന്ന് ബനാന കേക്ക്, പിന്നെ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കേക്ക്, പിന്നെ ഒരു മാർബിൾ കേക്കും. അപ്പം ഈ ഒരു ബനാന കേക്ക് അതുപോലെ തന്നെ മാർബിൾ കേക്കൊക്കെ നമ്മൾ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. മാർബിൾ കേക്ക് എന്ന് പറയുമ്പോൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. പഴം കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് ഇതിൽ ഏതെങ്കിലും ഒരു കേക്ക് നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യം കൂടെ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെ മറക്കരുത് കേട്ടോ. താങ്ക്